നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേന്ദ്ര കഥാപാത്രമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ AN ഷംസീറും ചേർന്ന് സംവിധാനം ചെയ്ത പിടലി നാടകത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് എന്തിനാണ് കഥാപാത്രങ്ങളാവുന്നത് അല്ലെങ്കിൽ കക്ഷികളാവുന്നത്? നമുക്കറിയാം, പ്രധാനപ്പെട്ട വ്യക്തികൾ VIP മെഡിക്കൽ കോളേജിലോ മറ്റ് പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സയ്ക്ക് കയറിയാൽ ഓരോ ദിവസവും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ബുള്ളറ്റിനുകൾ ഇറക്കാറുണ്ട്. ഈ ബുള്ളറ്റിനുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, വിശ്വാസ്യതയുണ്ട്, ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. പുറത്തു നിൽക്കുന്ന ആളുകള്, ബന്ധുക്കള്, മാധ്യമപ്രവർത്തകര് അവരൊക്കെ ഇതാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ കഴുത്തിന് ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീമതി വീണ ജോർജ് വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിദഗ്ധ സംഘം, ഇത് മെഡിക്കൽ ബോർഡാണ്, ഡോക്ടർമാരുടെ ഒരു ബോർഡ്, അവരൊരു ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇന്നത്തെ ശാരീരിക സ്ഥിതിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ICUവിൽ, പരിയാരത്ത് ICUവിൽ തുടരുന്നു. അവിടെ ചികിത്സ തുടർന്ന് നടക്കുന്നു. നമ്മളിതെല്ലാം കേട്ട് വിശ്വസിച്ചതാ. രാത്രി 10 മണിയായപ്പോഴേക്ക് സ്ഥിതിഗതികൾ മാറുകയാണ്. മെഡിക്കൽ ബോർഡിന്റെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിലൊക്കെ പോയി കാണുമല്ലോ. അവർ ഓൺലൈനിൽ ഒരു മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേരുന്നു. മന്ത്രി പറഞ്ഞു അവരുടെ രോഗവും വേദനയും ഒക്കെ കുറഞ്ഞെന്ന്, എല്ലാ കാര്യങ്ങളും പരസഹായം കൂടാതെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? പരിയാരം മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്യാം. മന്ത്രി ആവശ്യപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ. വെറും 6 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു അത്ഭുത രോഗശാന്തി പോലെ നമ്മുടെ മന്ത്രിയുടെ അസുഖങ്ങളൊക്കെ അങ്ങ് മാറുക. കാറിൽ സഞ്ചരിക്കാവുന്ന പാകത്തിലേക്ക്. ഇപ്പോഴത്തെ ശാരീരിക സ്ഥിതി അനുസരിച്ച് അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്ന 10 മണിയായപ്പോൾ അവർക്ക് കാറിലും യാത്ര ചെയ്യാവുന്ന സ്ഥിതി എത്തുകയാണ്. പത്തനംതിട്ട, കോഴഞ്ചേരി, റാന്നി, തിരുവല്ല, അടൂർ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ദൈവദാസന്മാര് പാഞ്ഞ് പരിയാരത്തി എന്ന് ഒരു പ്രാർത്ഥനയോ മറ്റോ നടത്തിയെന്ന് നമുക്കറിയൂടാ. പെട്ടെന്ന് അസുഖം മാറി. എന്നിട്ട് അവരെ വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. യാത്ര പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആളെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അവിടുന്ന് അവരുടെ സ്വന്തം ഔദ്യോഗിക കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു. 10 മണിയുടെ ബുള്ളറ്റിൽ പറയുന്ന തിരുവനന്തപുരത്ത് തുടർ ചികിത്സ നടക്കും എന്നാണ്. അങ്ങനെയാണ് മന്ത്രി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നലെ പകല് മന്ത്രി ഔട്ട് ഓഫ് റേഞ്ചാ. എല്ലാ റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമായി അവരുടെ വാഹനം. അവരെവിടെയാണ്, എങ്ങോട്ട് പോകുന്നു? മാപ്രകൾ അതിന്റെ പിന്നാലെയായിരുന്നു കേട്ടോ. ഇവർ ഏത് വഴിക്ക് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ അറിയാനുള്ള വലിയ ആകാംക്ഷയും അന്വേഷണവും ഇന്നലെ പകലുണ്ടായി. പക്ഷെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഔട്ട് ഓഫ് റേഞ്ച്. മനസ്സിലായില്ലേ? ഒരു മന്ത്രിയാണ്, അവരെവിടെയാണെന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. രാത്രി 8 മണിയായപ്പോഴേക്ക് പത്തനംതിട്ടയിലെ വീട്ടിലെത്തുന്നു. വരുന്ന വഴിക്ക് മന്ത്രി വല്ലാത്ത അവശ നിലയിലായതിനാല് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ കയറി വിശ്രമിച്ച്, അങ്ങനെ വിശ്രമിച്ച് ചോദിച്ചാണ് നമ്മുടെ മന്ത്രിയുടെ വാഹനം പത്തനംതിട്ടയിൽ എത്തുന്നത്. പറഞ്ഞല്ലോ, കാറിനാ പോരുന്നത്. വേണേ തീവണ്ടിക്ക് പോരാം, കുറച്ചുകൂടെ സൗകര്യമാ. റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ലെങ്കിൽ എയർ ആംബുലൻസ് വിളിക്കാം, അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി വരാം. അതൊന്നും കൂടാതെ കാറിനാണ് മന്ത്രി പത്തനംതിട്ടയിലേക്ക് സഞ്ചരിക്കുന്നത്. ട്രെയിനിലേക്ക് കയറിയാൽ ബുദ്ധിമുട്ടാ. അത് നിറയെ യാത്രക്കാരാണല്ലോ. അവര് കാണുമല്ലോ നമ്മുടെ മന്ത്രിയുടെ അവസ്ഥ. അവര് മന്ത്രിയെ കണ്ടാല് അർത്ഥം വെച്ച് ചിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാമല്ലോ. കാറാകുമ്പോൾ ആരുമില്ല. കാറും ഡ്രൈവറും ഗൺമാനും 1-2 പരിവാരങ്ങളുമേ കാണത്തുള്ളൂ. വേറെ എവിടെയും ഇറക്കുകയും വേണ്ട. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വിശ്രമിച്ചാൽ മതി. അതുകൊണ്ടാവണം ഈ റോഡ് മാർഗം തിരഞ്ഞെടുത്തത്. അതുപോലെ ഈ 4 മണിക്കൊക്കെ ഇറങ്ങിപ്പോകേണ്ട വല്ല കാര്യമുണ്ട്. രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം വലിയ ഇഡ്ഡലിയോ വടയോ ഒക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടൊരു 8, 9, 10 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി. പക്ഷെ അന്നേരം മാപ്രകൾ കാണുമല്ലോ. അവന്മാരോടെ കാവലാണല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിന്റെ പഠിക്കല്. അവർ വേണമെങ്കിൽ മന്ത്രി തിരുവനന്തപുരത്തിന് പോവുകയാണെങ്കിൽ പുറകെ വെച്ചു പിടിക്കാൻ തയ്യാറാ. മുക്കിലും മൂലയിലൊക്കെ മാപ്രകൾ കാത്തു നിൽക്കുക, ടെലിവിഷൻ ക്യാമറകളുമായിട്ടൊക്കെ എങ്ങനെ നിൽക്കുക. അപ്പൊ അവരെ വെട്ടിച്ചു പോകണം. മന്ത്രി പഴയ മാധ്യമമാണല്ലോ, മാധ്യമ പ്രവർത്തകയാ. അവർക്കറിയാം ഈ മാധ്യമ ബുദ്ധി. അതുകൊണ്ടാവണം കൊച്ചുവെളുപ്പാൻ കാലത്ത്, അതായത് 4 മണിക്ക് തന്നെ കണ്ണൂര് വിട്ടത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നന്നായി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ ഈ മാധ്യമക്കാരുടെ വാഹനങ്ങള് ഇങ്ങനെ കോൺവോയായിട്ട് പോകുന്ന രംഗം നമ്മൾ ഇന്നലെ കാണുമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ഈ സോളാർ കേസിന്റെ വിചാരണ കോടതിയിൽ നടക്കുമ്പോഴേ അതിലെ പ്രതി പറഞ്ഞു, എന്നെ കോയമ്പത്തൂർ വരെ ഒന്ന് കൊണ്ടുപോയാല് ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ എടുത്തു തരാം, ഞാൻ അവിടെ ഒരു വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഉടനെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി, അതായത് സത്യം പുറത്തു വരണം എന്നുള്ള നിർബന്ധം കൊണ്ടാ, വാശിയുണ്ടാ കേട്ടോ. അദ്ദേഹം പറഞ്ഞു എന്നാ പോട്ടെ. പ്രതിയെയും കൊണ്ട് കോയമ്പത്തൂർക്ക് പോയി. അതിന്റെ പിന്നാലെ സകലമാന ചാനലുകളുടെയും DSNG-കൾ, അതായത് തത്സമയം ദൃശ്യങ്ങളും വാർത്തകളും സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതൊരു വാഹനത്തിൽ ഫിറ്റ് ചെയ്തതാ. ഇപ്പോൾ അത് കാണാനില്ല. അതിനു പകരം വേറെ സംവിധാനങ്ങളുണ്ട്. ലൈവ് വ്യൂ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളാ. അതൊരു ബാക്ക് പാക്കിൽ വെച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അന്ന് DSNG നമ്മുടെ പ്രതിയുടെ പിന്നാലെ വാലെ
കോയമ്പത്തൂരേക്ക് പോവുക. കോയമ്പത്തൂർ വീട്ടിലെത്തുന്നു. ഇയാളെ പണ്ടങ്ങാണ്ട് താമസിച്ച വീടാ. അവിടുന്ന് ഒരു കായസഞ്ചി വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു, ഒരു സഞ്ചി. അപ്പോഴേക്കും ഒരു മാധ്യമ അവതാരകൻ, ചാനലിലെ അവതാരകൻ അങ്ങനെ കാത്തു നിൽക്കുകയാണ് തെളിവുകൾ പുറത്തെടുക്കുന്നത് കാണുന്നതിന് വേണ്ടി. ഈ കായസഞ്ചി പൊക്കിയെടുക്കുന്നത് കണ്ടപാടെ അദ്ദേഹം ദാ കിട്ടിപ്പോയി എന്ന് അട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റു. അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, മുഷിഞ്ഞ ചില ഇന്നർവെയറോ അതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല, തെളിവൊന്നും കിട്ടിയുമില്ല. ഈ പ്രതി കമ്മീഷനെയും പറ്റിച്ചു, മാധ്യമങ്ങളെയും പറ്റിച്ചു, നാട്ടുകാരെയും പറ്റിച്ചു. പറഞ്ഞത് ഇന്നലെ അതുപോലൊരു രംഗം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ മന്ത്രിയുടെ പിന്നാലെ മാപ്രകളുടെ ഒരു ഘോഷയാത്ര. ഏതായാലും മന്ത്രി ബുദ്ധിപൂർവ്വം 4 മണിക്ക് സ്കൂട്ടായതുകൊണ്ട് അതുണ്ടായില്ല. രാവിലെ പോയതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. സാധാരണ ഇതിൽ നമ്മുടെ മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ മാധ്യമ ശ്രദ്ധയിൽ നിൽക്കാനാണ് ശ്രമിക്കുക. അതിൽ നിന്ന് അകന്നു പോകുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ വളരെ സജീവമായതോടെ എല്ലാം അപ്പോൾ ഒപ്പിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കൊണ്ട് അവരുടെ ക്യാമറകളുടെ വെളിച്ചത്തിൽ അങ്ങനെ അഭിരമിക്കാനാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ താല്പര്യം. നമ്മുടെ മന്ത്രി വീണ ജോർജും അതിൽ നിന്ന് വിഭിന്നയാണെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷെ ഇന്നലെ അത് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ KSUക്കാരുടെ പ്രതിഷേധം ഉണ്ടായ ദിവസം അന്ന് വൈകുന്നേരം ആശുപത്രിയില് പിറ്റേന്നൊക്കെ മന്ത്രി തന്റെ അഭിനയശേഷി മുഴുവൻ പുറത്തെടുത്തതാ. പുതുതായിട്ടൊന്നും ഇല്ല, അഭിനയിക്കാനുള്ളതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നലെ പകരത്തെ നടിക്കല് അതങ്ങ് വേണ്ടാന്ന് വെച്ചതാണ്. അതുകൊണ്ടാണ് ആരും കാണാതെ സ്കൂട്ടായത്. 4 ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് പരിയാരത്തിലെ വിദഗ്ധ ഡോക്ടർമാര് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാർച്ച് 2 വരെയുള്ള സകല ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. ഇനി ഈ മാപ്രകളടക്കമുള്ള ഒരെണ്ണത്തിനെ വീടിന്റെ ഗേറ്റിനകത്തേക്ക് കടത്തത്തില്ല, പുറത്തു നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല. പാർട്ടി പ്രവർത്തകന്മാരോട് പറയും, അവരെ കൈകാര്യം ചെയ്യാൻ പറയും. പിന്നെ പാർട്ടി നേതാക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും. പരിക്കിന്റെ അല്ലെങ്കിൽ കഴുത്തിലെ ക്ഷതത്തിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കും. അതിനൊക്കെ അപ്പുറത്തൊന്നും സംഭവിക്കത്തില്ല, പൂർണ്ണ വിശ്രമമായിരിക്കും. പാർട്ടി പ്രവർത്തകരും നേതാക്കളും വരുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അവരാരും നമ്മളെ കളിയാക്കി ചിരിക്കത്തൊന്നുമില്ല. അവർക്ക് ചിരിക്കാൻ തന്നെ അറിയത്തില്ല. അതുകൊണ്ട് അവരൊരു പ്രശ്നമല്ല. അങ്ങനെ ഒരു 4 ദിവസം പൂർണ്ണ തോതിൽ അങ്ങ് വിശ്രമിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങണമല്ലോ. നാട്ടുകാരുടെ മുമ്പിലേക്കാണല്ലോ ചെല്ലേണ്ടത്. അവരൊക്കെ എന്തോ വിചാരിക്കും, നോക്കി ചിരിക്കുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. ഈ വളരെ ദീർഘകാല പരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരിയാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആളുകളോ നാട്ടുകാരോ ആരൊക്കെ പരിഹസിച്ചാലും ചിരിച്ചാലും കളിച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് വെറും 10 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ. അപ്പൊ ഇനി വിശ്രമം കഴിഞ്ഞ് ഇറങ്ങുമ്പം എങ്ങനെയൊക്കെ ആകും എന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ പകരം നമ്മുടെ CPM നേതാക്കളുടെ അട്ടഹാസങ്ങളും വലുതായിട്ടൊന്നും കേട്ടില്ല. അതായത് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചേ, നമ്മൾ പ്രതിഷേധിക്കണേ, കേരളം പ്രതിഷേധ കടലിൽ ആഴ്ന്നു പോകണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു അട്ടഹാസങ്ങളും ബഹളങ്ങളുമായിരുന്നു നമ്മുടെ നേതാക്കന്മാര്. ഇന്നലെ പക്ഷേ അതൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. PB ഒരു പ്രമേയം പാസാക്കി. അതായത് മന്ത്രിയെ KSU നേതാക്കള് ആക്രമിച്ചതിൽ പ്രതിഷേധം, അങ്ങനെ ഒരു പ്രമേയം വന്നതായിട്ട് വർത്തമാന പത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബി സഖാവ് ബേബിച്ചായം പക്ഷേ പ്രാധാന്യം കൊടുത്തത് ചിന്താ ജെറോമിനെതിരായിട്ടുള്ള ഒരു ആരോപണത്തെ കുറിച്ചാണ്. അതായത് വീണ മന്ത്രിയെ KSUക്കാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ആ പ്രകടനത്തിൽ വിളിച്ച ഒരു മുദ്രാവാക്യം നല്ല ഒന്നാന്തര കിണ്ണൻ ഐറ്റമായിരുന്നു കേട്ടോ. അതായത് സ്ത്രീകളെ ശകലമെങ്കിലും ബഹുമാനിക്കുന്ന ഒരാള് ചിന്തിക്കാൻ പോലും മടിക്കുന്ന മുദ്രാവാക്യമാണ് ആ പ്രകടനത്തിൽ വിളിച്ചത്. അതിവിടെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ആരെങ്കിലും എനിക്കെതിരായിട്ടും ഈ ചാനലിനെതിരായിട്ടും കേസ് കൊടുക്കും. അതുകൊണ്ട് പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു അഡാർ ഐറ്റമാണ് ഈ പ്രകടനത്തിൽ വിളിച്ചത്. ചിന്താ ജെറോവും വിളിച്ചു, അച്ഛനില്ല നേരത്ത് എന്നൊക്കെ അവരും വിളിക്കുകയുണ്ടായി. അത് വലിയ വിവാദമായപ്പോൾ ചിന്താ ജെറോം പറഞ്ഞു, ഞാൻ വിളിച്ചതല്ല, വിളിച്ചു തന്നത് ഞാൻ ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. സത്യസന്ധമായിട്ടാണ് ചിന്ത പറഞ്ഞത്. ചിന്ത എങ്ങനെ സത്യം പറയുന്ന ഒരാളാണ്, അതങ്ങനെ അങ്ങ് പറഞ്ഞു. മറ്റാരോ വിളിച്ചു കൊടുത്തു, ഞാനങ്ങ് ഏറ്റു പറഞ്ഞു. പക്ഷേ ബേബി സഖാവ് അത് സമ്മതിക്കത്തില്ല. ചിന്താ ജെറോം അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദൃശ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് AI-യുടെ പണിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ഉപയോഗിച്ചുണ്ടാക്കിയ കൃത്രിമമായ ഒരു ദൃശ്യമാണ് അത് എന്നാണ് നമ്മുടെ ബേബി സഖാവ് പറയുന്നത്. ഇതുവരെ പറയുന്നത് പ്രസ്താവന വളച്ചൊടിച്ചു, തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു പുതിയ ഏരിയ കിട്ടിയിട്ടുണ്ട്, AI. എന്തുണ്ടെങ്കിലും AI-യുടെ പടലിക്കോട്ട് വെച്ചാൽ മതി. AI ഉണ്ടാക്കിയ ദൃശ്യമാണ് ചിന്താ ജെറോമിന്റെ മുദ്രാവാക്യം വിളിക്കണമെന്ന നമ്മുടെ ബേബി സഖാവ് പറയുന്നത്. ശരിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഒരു മന്ത്രി KSUക്കാരുടെ മർദ്ദനമേറ്റ് പരിക്കേറ്റ് വളരെ വളരെ അവശ്യ നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയും പിന്നീട് അവിടെ നിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തിരിച്ച് നാട്ടിലേക്ക് പോരുകയൊക്കെ ചെയ്ത സംഭവവികാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എന്തിനാ ഈ ചിന്താ ജെറോമിനെ ന്യായീകരിക്കാൻ ഇത്ര പാടുപെടുന്നത് എന്ന് ചെറിയൊരു വിസ്മയം തോന്നിപ്പോയി.
ഇവിടെ CPM-കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ഒന്നും ഓർമ്മിപ്പിക്കാനൊന്നും നമ്മളാരും ആളുകളല്ല. എന്നാലും പറയുക കേട്ടോ, നിങ്ങള് ഈ പിണറായി വിജയന്റെ മോഹൻലാൽ ഇന്റർവ്യൂ, പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് സ്റ്റീവൻ ദേവസി പാടി അവതരിപ്പിച്ച ആക്ഷൻ സോങ്, ഇതിന്റെ ഒന്നും മേനി പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ കാലം അത്രയും കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഇമേജ് എന്താണ്, കടക്കൂപുറത്ത് സ്റ്റൈലിലുള്ള ഇമേജ്, അത് ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊണ്ട്, മോഹൻലാലിന്റെ ഇന്റർവ്യൂ കൊണ്ട് അതെല്ലാം മാറി. ശാന്തനായ ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണ് പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയെന്നാണ് പിണറായി വിജയന്റെ PR ഏജൻസികളും അതുമായി ബന്ധപ്പെട്ടവരും ഈ ഇന്റർവ്യൂ സംഘടിപ്പിച്ചവരും ഒക്കെ പറയുന്നത്. ഈ ഇന്റർവ്യൂ കേരളത്തിലെ ചാനലുകളിൽ മുഴുവൻ അവരുടെ സമയം വാങ്ങി കാശ് അങ്ങോട്ട് കൊടുത്ത് ഇത് സംപ്രേഷണം ചെയ്ത് പിണറായി വിജയന്റെ ഇമേജ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഏതാണ്ട് 3 കോടി രൂപയോളം ചെലവായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കണക്ക്. അത്ര കറക്റ്റ് ആണോ എന്നറിയത്തില്ല. അതിനെയും വിവരാവകാശം വഴിയോ ഒന്ന് ചോദിച്ചു നോക്കണം, അപ്പോഴേ കൃത്യമായ കണക്ക് പറയത്തുള്ളൂ. പിണറായി വിജയന്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് ചിലപ്പം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നും വരാം. എന്തായാലും ഏതാണ്ട് 3 കോടി രൂപയോളം ചെലവായി എന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ ഈ പറഞ്ഞ പോലെ ഇതപര്യന്തമുള്ള ഇമേജ് മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കോടി രൂപ എന്ന് പറയുന്നത് അത്ര അധിക ചെലവൊന്നുമല്ല, അതൊരു ലാഭക്കച്ചവടം തന്നെയാണ്. പിന്നെയും സ്റ്റീവൻ ദേവസി കുറച്ച് പിള്ളേരുമായിട്ടൊക്കെ ചെണ്ടയും കൊട്ടി ഗിത്താറും വയലിനും ഒക്കെ വായിച്ച് അവതരിപ്പിച്ച ഒരു ആക്ഷൻ സോങ്, അതും കൂടെ ചേർത്താണോ ഈ 3 കോടി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ വീണമന്ത്രി നായിക എന്ന നാടകം, അതുകൊണ്ട് നമ്മുടെ സമയം കളയരുത്. തെരഞ്ഞെടുപ്പിന് അടുത്ത് വരിക. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന 2 സംഭവങ്ങള് CPM-ന്റെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ആരുമല്ലെന്ന് ഒരിക്കൽ കൂടി അങ്ങ് പറയാം, പക്ഷേ ശ്രദ്ധിക്കേണ്ടതാ. ഒന്ന്, യാക്കോബായ സഭയുടെ ആഗോള തലവനായ അന്തോക്യയിലെ പാത്രിയർക്കീസ് ബാവ ഇഗ്നാത്യോസ് അപ്രയം ദ്വിതീയൻ ബാവ പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചു എന്നുള്ളതാണ്. ഇതത്ര സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കേരളത്തിലെ CPM കുറെ കാലമായിട്ട് ഈ ഓർത്തഡോക്സ് പാത്രിയർക്കീസ് തർക്കമൊന്നും മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ ഓർത്തഡോക്സ് വിഭാഗം പിണറായി വിജയന്റെ കൂടെയായിരുന്നു. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ ക്ലബ് ഹൗസിൽ സന്ദർശിച്ചതിനു ശേഷം അന്നത്തെ കാതോലിക്ക ബാവ, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക ബാവ പറഞ്ഞത്, ഇതാ ഞങ്ങൾക്കൊരു നാഥനെ ലഭിച്ചിരിക്കുന്നു എന്നാണ്. ക്രൈസ്തവരൊക്കെ അവരുടെ നാഥനായിട്ട് കാണുന്നത് യേശു ക്രിസ്തുവിനെയാണെങ്കിലും അന്ന് ബാബ തിരുമേനി ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ്. പിന്നീട് ഓർത്തഡോക്സും പിണറായി വിജയനും തമ്മിൽ എന്തോ ഒരു തെറ്റലുണ്ടായി. അപ്പം CPM എന്ത് ചെയ്തു, പാത്രിയർക്കീസ് വിഭാഗത്തെ കൂട്ടുപിടിച്ചു. അവർ തമ്മിലാണല്ലോ ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്, പള്ളി പിടിക്കല്, അതുപോലെ കലാപരിപാടികൾ. അപ്പൊ പാത്രിയർക്കീസ് പക്ഷത്തെ കൂട്ടുപിടിച്ചു, ചർച്ച് ബില്ലും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. അപ്പൊ ഈ പാത്രിയർക്കീസുകാര് അല്പാൽപ്പം, അവരൊക്കെ സ്വതവേ കോൺഗ്രസ്സുകാരായിരുന്നു, ഇവരല്പാൽപ്പം പിണറായി വിജയനോട് അടുത്തടുത്ത് വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യമാണ് നിലവിൽ നിന്നിരുന്നത്. ഇപ്പൊ ദാ കണ്ടോ, പാത്രിയർക്കീസ് ബാവ ആഗോള സഭാ തലവൻ ഇഗ്നാത്യോസ് അപ്രയം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ പ്രധാനമന്ത്രി മോദിയെ കണ്ടിരിക്കുന്നു. പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ കാതോലിക്കയോടൊപ്പമാണ്, ശ്രേഷ്ഠ കാതോലിക്കയോടൊപ്പം ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയോടൊപ്പം മറ്റ് ബിഷപ്പുമാര്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ശിവരൊക്കെ കൂടെ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കണ്ടിരിക്കുക. അപ്പൊ മോദി പറഞ്ഞു, വേണമെങ്കിൽ 2 കൂട്ടരും തയ്യാറാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അദ്ദേഹം ശ്രമിക്കാമെന്ന്. അതായത് പ്രധാനമന്ത്രി മോദി ഓർത്തഡോക്സ് പാത്രിയർക്കീസ് തർക്കം പരിഹരിക്കാൻ ഇടപെടുന്നു, അല്ലെങ്കിൽ ഇടപെടാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് 2 കൂട്ടരും സമ്മതിക്കുകയാണെങ്കിൽ നാളെ മുതൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി വട്ടിപ്പണ കേസിന്റെ ഒക്കെ ചരിത്രം പഠിച്ചു തുടങ്ങുന്ന ഒരു രംഗം, അത് കഴിഞ്ഞ് കൂടിയാലോചനകള്, സന്ധി സംഭാഷണങ്ങള്, കേരളത്തിലെ ക്രൈസ്തവരെ കാത്തിരിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച അതായിരിക്കും. ഒരു ഭാഗത്ത് പാത്രിയർക്കീസ് ബാവ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, മറുഭാഗത്ത് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ, നടുവില് നമ്മുടെ നരേന്ദ്രമോദി. ഇവരെല്ലാവരും കൂടെ ഇരുന്ന് സഭയിലെ തർക്കം തീർക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്ന ഒരു രംഗം ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴേ കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഒരു ഉന്നത തല ഡെലിഗേഷൻ, വളരെ പ്രമുഖരായ ചില സാഹിത്യകാരന്മാര് മോദിയെ കണ്ടിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, കവി മധുസൂദനൻ നായർ, പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. അവരെ അത്ര വലിയ പരിചയമില്ല. ഇവരെന്തിനാ കണ്ടതെന്ന് അറിയാമോ? കേരളത്തിന്റെ കേരള എന്ന പേര് കേരളം എന്ന് മാറ്റിയതിന് അംഗീകാരം നൽകിയതിന്. ചേട്ടാ, ഇത് പിണറായി വിജയൻ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം. അല്ലെങ്കിൽ ആ ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ നിയമസഭയിൽ അത് ഏകകണ്ഠമായിട്ട് പാസ്സായി. നിയമസഭയിൽ BJPക്ക് ഒരു അംഗം പോലും ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ശുപാർശ നിയമസഭ പാസ്സാക്കി ഡൽഹിക്ക് അയച്ചാൽ അത് അവരും അംഗീകരിക്കും. അതാണ് അതിന്റെ രീതി. ബംഗാളിന്റെ പേരുമായിട്ട് അംഗീകരിക്കാത്ത കുറെ രാഷ്ട്രീയ കാരണങ്ങളുടെ പേരില്ല. അല്ലെങ്കിൽ അത് അംഗീകരിച്ചേ മതി. അവ അംഗീകരിച്ചു. അതിന് മോദിക്ക് നന്ദി പറയാൻ പോയിരിക്കുക ഈ സാഹിത്യകാരന്മാർ. ഒന്നാലോചിച്ച് നോക്കി. കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവാ, പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടോട് നടത്തിയ കാര്യമാണ്. അതിലെല്ലാവർക്കും സന്തോഷമാണുള്ളത്. ഇപ്പൊ സാഹിത്യകാരന്മാരുടെ ഉന്നതതല ഡെലിഗേഷൻ മോദിക്ക് നന്ദി പറയാൻ പോയിരിക്കുന്നു.
മലയാളത്തിന് UPA സർക്കാർ ശ്രേഷ്ഠ ഭാഷ പദവി നൽകിയപ്പോൾ പോലും ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയി നന്ദി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരു സംഘം പോയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വായിച്ചപ്പോൾ ഏറ്റവും രസകരമായി തോന്നിയത് നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പ്രസ്താവനയാണ്. തമ്പി അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? അദ്ദേഹം ഒരു പരമ രഹസ്യം നമ്മളോട് വെളിപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ പേടിയാണ്. ഈ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹത്തിന് ആ ഒരു രഹസ്യം മനസ്സിലായത്. അമേരിക്കയുടെയും ഇന്ത്യയുടെയും സർക്കാരുകൾ പരമ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമായത്. അതായത് ഡൊണാൾഡ് ട്രംപിന് നമ്മുടെ മോദിയെ പേടിയാണെന്നുള്ള കാര്യം ലോകത്ത് തന്നെ അത് 3 പേർക്ക് അറിയത്തുള്ളൂ. ഒന്ന് ഡൊണാൾഡ് ട്രംപ്, ഒന്ന് നരേന്ദ്രമോദി, മൂന്നാമത് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഈ 3 പേർക്കല്ലാതെ 4ാമത് ആൾക്ക് അറിയാൻ പറ്റാത്ത ഒരു പരമ രഹസ്യം, ക്ലാസിഫൈഡ് സീക്രട്ടാണ് നമ്മുടെ തമ്പി അദ്ദേഹം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ട്രംപിന് മോദിയെ പേടിയായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ കാണുന്ന ഒരു വ്യാപാര കരാറ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ. അമേരിക്കയുടെ എന്ത് ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കിയാൽ തീരുവ 0, വട്ടപൂജ്യം, 0. ഇതിൽ പല ഒരു തെളിവ് വേണോ ട്രംപിന് പേടിയാണെന്നുള്ളതിന്? അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനിലുള്ള സംഘർഷം ഞാൻ ഇടപെട്ടാണ് നിർത്തിയതെന്ന്, അതായത് വ്യാപാര കരാറിന്റെയും തീരുവയുടെയും കാര്യം പറഞ്ഞ് 2 രാജ്യങ്ങളെയും വിരട്ടിയത് കൊണ്ടാണ് അന്ന് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ഇപ്പൊ ട്രംപ് എത്രാമത്തെ തവണയാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. 100 തവണ പറഞ്ഞു കഴിഞ്ഞു ഞാനാണ് നിർത്തിയതെന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. അത് ട്രംപിന് എത്രത്തോളം മോഡിയെ ഭയമാണ് എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പത്രത്തിൽ പരസ്യവും കൊടുത്ത് മോഹൻലാലിന്റെ അഭിമുഖം, സീവൻ ദേവസിയുടെ പാട്ട്, വേടന്റെ പാട്ട്, ഇതൊക്കെ ആയിട്ട് നടന്നാലേ നമ്മൾ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴങ്ങൾ ഓരോന്നായിട്ട് BJP തട്ടിക്കൊണ്ടുപോകും. ഒന്ന് നമ്മൾ കണ്ടു, പാത്രക്കീസ് വിഭാഗത്തെ കൃഷി ചെയ്യാൻ നമ്മൾ ഇരുന്നതാ, അത് BJP ആണ്ട് അടിച്ചുകൊണ്ട് പോയി. സാക്ഷാൽ പാത്രക്കീസാവെന്ന് മോദിയെ കണ്ടിരിക്കുന്നത്. പിന്നെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റിയത് സംബന്ധിച്ച കാര്യം നമ്മൾ നിയമസഭ പാസാക്കിയതാ. അതിന് നന്ദി പറഞ്ഞത് ആരോടാ? ഇവിടുത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ ചെന്നിട്ട് മോദിയോടാണ് നന്ദി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ മണ്ണും ചാരിയുന്നവൻ പെണ്ണിനെയും കൊണ്ടങ്ങ് പോകും.